നാട്ടിൽ വന്നതിന് ശേഷം നമ്മുടെ സ്വന്തം വീട്ടിൽ പോയി 2 ദിവസം നിൽക്കുക എന്നുള്ളതൊരു വല്ലാത്തൊരു കടമ്പയാണല്ലോ ഗൈസ്. അങ്ങനെ ഞാൻ നമ്മുടെ മലപ്പുറത്തുനിന്നും കൊടുങ്ങല്ലൂരേക്ക് വന്നേക്കാം കേട്ടോ. ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ അപ്പം കയറിയത് അടുക്കളയിൽ. കാരണം മകളും മരുമകനും തീരെ ഫുഡി അല്ലാത്തതുകൊണ്ടേ അപ്പം തുടങ്ങി കയറിയത് അടുക്കളയിൽ. അപ്പോൾ നമ്മൾ കൂന്തൽ റോസ്റ്റും അതുപോലെ തന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൂന്തൽ റോസ്റ്റ് എന്നൊക്കെ വെച്ചാൽ കൂന്തലൊക്കെ അവിടെ മേടിക്കാൻ കിട്ടും. പക്ഷേ നമുക്ക് നന്നാക്കാൻ അറിയാൻ പാടുള്ളതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ കൂന്തൽ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അവിടെ നല്ലൊരു വാഴക്കുല ഉണ്ടായിരുന്നു വീട്ടിലുണ്ടായത്. അപ്പോൾ അതിൽ തൊടുത്ത ഒരു പഴം നോക്കി ആ പഴക്കുട്ടനെ ഞാൻ അകത്താക്കി ഈ ആപ്പിൽ. പിന്നെ അമ്മ ഉണ്ടാക്കുന്ന ഓരോരോ ഫുഡുകളും പയ്യെ പാത്രത്തിലാക്കിയിട്ട് അതുകൊണ്ട് മേശപ്പുറത്ത് വെക്കുന്ന ഭാരിച്ച പണിയാണ് കേട്ടോ മകളെടുത്തത്. വേറൊരു പണിയും ദൈവം സഹായിച്ചെടുക്കേണ്ടി വന്നില്ല. കഴിച്ച പാത്രം പോലും കഴിയാക്കേണ്ടി വന്നില്ലായിരുന്നു. അതൊക്കെ ഒരു സുഹൃതം. അങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ടുവന്ന് ഞാൻ നിരത്തി വെച്ചു കേട്ടോ മേശപ്പുറത്ത്. അങ്ങനെ ചോറുണ്ടായിരുന്നു, മീൻ കറി, നമ്മുടെ അയിലക്കറി ഉണ്ടായിരുന്നു, കൂന്തൽ റോസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല ചക്കത്തോരൻ ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നു നമ്മുടെ മീൻ വറുത്തതുണ്ടായിരുന്നു. ഇതിനോടൊപ്പം നമ്മുടെ പോർക്കൂട്ടൻ റോസ്റ്റ് ചെയ്തതും കൂടെ ഉണ്ടായിരുന്നു. പോർക്ക് അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ അമ്മ കുക്ക് ചെയ്തുകൊണ്ട് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. സംഭവം കിടുക്കാച്ചിയായിരുന്നു ഗൈസ്. അപ്പം നല്ലൊരു യമണ്ടൻ ഊണായിരുന്നു. എത്ര വന്നാലും നമ്മുടെ സ്വന്തം അമ്മമാരുണ്ടാക്കുന്ന ഫുഡ് അത് വേറെ ഒരു രക്ഷയില്ല കേട്ടോ. അത് തന്നെയാണ് നമ്പർ 1.